പ്രിയ ദൈവജനമേ, ആഗമനകാലം 18-ാം ദിവസമായ ഇന്ന് എളിമ ശോഭ എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവം മനുഷ്യനായി അവതരിച്ചത് അധികാരത്തിൻ്റെ മട്ടുപ്പാവിലല്ല, മറിച്ച് എളിമയുടെ പുൽക്കൂട്ടിലാണെന്ന സത്യം ഈ ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താഴ്ത്തപ്പെടുന്നവർ ഉയർത്തപ്പെടുമെന്ന വചനം ക്രിസ്തു തൻ്റെ ജനനത്തിലൂടെ തന്നെ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തി നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിലെ അഹന്തയുടെയും താൻ പോരിമയുടെയും കുന്നുകൾ നിരപ്പാക്കി ഹൃദയത്തെ ഒരു താഴ്വരയാക്കി മാറ്റുമ്പോഴാണ്, പ്രിയ സഹോദര സഹോദരി, ദൈവകൃപ നമ്മിൽ വന്നു നിറയുന്നത്. നാം ലോകത്തിനു മുന്നിൽ വലിയവരാകാൻ ശ്രമിക്കുമ്പോൾ ദൈവം എളിയവരായവരുടെ നിർമ്മലമായ ഹൃദയങ്ങളിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം. പരിശുദ്ധ മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പൂർണ്ണഹൃദയത്തോടെ പറയാൻ സാധിക്കുന്നതാണ് ഈ തിരുപ്പിറവിക്ക് ഒരുങ്ങാനുള്ള ഏറ്റവും വലിയ ആത്മീയ സാധന. നാം മറക്കരുത്, യൂദാസ് ഒറ്റിക്കൊടുക്കും എന്ന് അറിഞ്ഞിട്ട് പോലും തിരുവത്താഴ ദിവസം കർത്താവ് യൂദാസിൻ്റെയും കാലുകൾ കഴുകി. അതിനേക്കാൾ വലിയ എളിമയുടെ ഒരു ഉദാഹരണം ഇല്ലല്ലോ. നമുക്ക് അതാണ് വേണ്ടത്. എളിമ എന്നത് വെറും ഒരു തളർച്ചയല്ല, മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അതിശക്തമായ ഒരു ശോഭയാണ്. ഇരുളിൽ നക്ഷത്രങ്ങൾ തെളിയുന്നത് പോലെ എളിമയുള്ള ഹൃദയങ്ങളിലാണ്, പ്രിയ സഹോദര സഹോദരി, ക്രിസ്തു എന്ന നിത്യപ്രകാശം ശോഭിക്കുന്നത്. നമ്മളുടെ ഹൃദയങ്ങളിൽ മറ്റുള്ളവരെ സേവിക്കാനും അവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതാനും മടിയില്ലാത്തവരാകുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബങ്ങളായി മാറുന്നു. നമ്മുടെ കുറവുകളെ ദൈവത്തിന് സമർപ്പിക്കുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമേകുന്ന ദീപമായി മാറും. ഈ ആഗമനകാലത്ത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ പിടിഞ്ഞ് എളിമയുടെ ശോഭയോടെ പുൽക്കൂട്ടിലെ ഉണ്ണി ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം.